ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മൂലപാപങ്ങൾ വഴി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്രമക്കേടുകൾ നമ്മൾ ധ്യാനിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ മൂലപാപങ്ങളെ ധ്യാനിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ വ്യക്തിജീവിതത്തിലെ, കുടുംബത്തിലെ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഈ ഒരു കാരണമുണ്ടാകാം. മൂലപാപങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ തിന്മയിൽ നിന്ന് നമുക്ക് വിടുതൽ പൂർണ്ണമാകണം. അതിനാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കൊതി എന്ന് പറയുന്ന മൂലപാപത്തെക്കുറിച്ചാണ്. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം, അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക. നമുക്ക് ഒരു ഉദാഹരണം നമുക്ക് കാണാൻ പറ്റും. ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തില് വചനം പറയുന്നുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടിഞ്ഞൂലവകാശം വിറ്റ ഏസാവിനെ പോലെ നമ്മൾ ആകരുത്. നമുക്കറിയാം എന്താണ് ഏസാവിന് സംഭവിച്ചതെന്ന്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കും, 29 മുതൽ വചനങ്ങൾ. ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏസാവ് വിശന്ന് തളർന്നു വരികയായിരുന്നു. അവൻ യാക്കോബിനോട് പറഞ്ഞു, ചെമന്ന പായസം കുറച്ച് എനിക്ക് തരിക, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഏദോം എന്ന് പേരുണ്ടായി. യാക്കോബ് പ്രതിവചിച്ചു, ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് തരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? യാക്കോബ് പറഞ്ഞു, ആദ്യം എന്നോട് ശപഥം ചെയ്യുക. ഏസാവ് ശപഥം ചെയ്തു. അവൻ തൻ്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു. യാക്കോബ് അവന് അപ്പവും പായസവും കൊടുത്തു. തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. ഈ ഏസാവിനെ കുറിച്ചാണ് ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പറയുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതിയ ഏസാവിനെ പോലെ നമ്മൾ ആകരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനേകം വ്യക്തികളിൽ വരുന്ന, അത് ഓർക്കുക, ഇന്ന് അനേകം പേര്, നമുക്കറിയാം, അനേകം പേര് രോഗികളാകുന്നത് ജീവിത ശൈലി രോഗങ്ങളാണ്, അല്ലേ? ഇപ്പോൾ ഒരു കാറ് നിർമ്മിക്കുന്നൊരു കമ്പനി, ആ കാറ് നിർമ്മിക്കുന്ന കമ്പനി ഇങ്ങനെ പറയും, ഈ കാറിൽ പെട്രോൾ ഒഴിക്കാൻ പാടില്ല, ഈ കാറിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ വാഹനത്തിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കുന്നത് എന്താ? നമ്മളുടെ ഈ ശരീരത്തെ ദൈവം ആണ് ഈ ശരീരത്തെ രൂപപ്പെടുത്തിയത്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ കാണുന്നത് ഈ ശരീരം ദൈവം നമുക്ക് നൽകിയതായിട്ടാണ്. ദൈവം നമുക്ക് നൽകിയതായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഈ ശരീരത്തിൽ എന്തുപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 29 മുതൽ തിരുവചനങ്ങൾ. ആഡംബരത്തിൽ അതിര് കവിഞ്ഞ് അഭിനിവേശം അരുത്, ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്, അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു, അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു, അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്, അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ഉണ്ടാകും. ഇത് ഡോക്ടർ പറയുന്നതല്ല. ഇത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, ഒരു രോഗവുമായി ചെന്നപ്പോൾ ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ അല്ല. ഇത് നിന്റെ ശരീരത്തെക്കുറിച്ച് ദൈവവചനം പറയുന്ന കാര്യമാണ്. അമിത ഭോജനം രോഗത്തിന് കാരണമാകുന്നു, ദീർഘായുസ് നശിപ്പിക്കുന്നു അമിത ഭോജനം എന്ന്
വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഇന്ന് ഈ ഒരു കാര്യം, ഈ കൊതിയുടെ ദുരാത്മാവ് ഇന്ന് അനേകം വ്യക്തികളിൽ കയറുന്നുണ്ട്. കൊതിയുടെ ദുരാത്മാവ് അനേകം വ്യക്തികളിൽ കയറുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാകും? പല കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഭക്ഷണം. ഒരാൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മറ്റാരെക്കുറിച്ചും ചിന്തയില്ല. എൻ്റെ പാത്രം, ഭക്ഷണം, നോട്ടം മുഴുവൻ ഭക്ഷണത്തിലേക്കാണ്. മാക്സിമം ഭക്ഷണം എൻ്റെ പ്ലേറ്റിൽ എടുത്തു വയ്ക്കുക, ഭക്ഷണത്തിലേക്ക് മാത്രം ശ്രദ്ധ, മറ്റാരെക്കുറിച്ചും മറ്റുള്ളവർ കഴിച്ചോ ഇതൊന്നുമില്ല. മറ്റുള്ളവർ കഴിച്ചോ ഇങ്ങനെ ഒരു ചിന്ത ആ വ്യക്തിക്കില്ല. എന്ന് വെച്ചാൽ എന്താ വചനം പറയുന്നത്? ഉദരമാണ് അവരുടെ ദൈവം. അതുകൊണ്ടാണ് ഈ അൽഫോൺസ് ലിഗോരി ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ, ഈ തിന്മയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ കൊതിയുടെ ആത്മാവ് കയറിയ മനുഷ്യൻ മൃഗത്തിന് തുല്യനാണ്, അല്ലേ? നമ്മൾ പണ്ട് പറയും, തിന്നുമ്പോൾ പന്നിക്ക് കണ്ണ് കാണില്ല എന്ന് വെച്ചാൽ നമുക്ക് മനസ്സുണ്ട്, അല്ലേ? മനസ്സുണ്ട്. നമ്മൾ കൊണ്ടുപോയി ആരും ഒരു പാത്രം, നമ്മൾ മീൻ വെട്ടാൻ വേണ്ടി അമ്മമാർ മീനെടുത്ത് പുറത്ത് വയ്ക്കും. എന്നിട്ട് വീട്ടിലൊരു പൂച്ചയുണ്ടെന്നും പറഞ്ഞ് പൂച്ചയെ കൊണ്ടുപോയി മീൻ കാവലിരുത്തില്ല. മീനിൻ്റെ മുമ്പിൽ പൂച്ചയ്ക്ക് കൺട്രോളില്ല എന്ന് വെച്ചാൽ അതാണ് അൽഫോൺസ് ലിഗോരി പറയുന്ന ഉദാഹരണം. അൽഫോൺസ് ലിഗോരി പറയുകയാണ്, കൊതിയുടെ ആത്മാവ് കയറിയ മനുഷ്യന് ഹാവ് നോ കൺട്രോൾ, ഫുഡിൻ്റെ മേൽ കൺട്രോൾ ഇല്ല. ഇതാണ് ഒന്നാമത്തെ സിംപ്റ്റം, ഒന്നാമത്തെ ഒരു തെളിവ്. ഭക്ഷണത്തിൽ കൺട്രോൾ ഇല്ല, ഭക്ഷണത്തിൽ ഒരു കാര്യത്തിൽ കൺട്രോൾ ഇല്ല എന്ന് വെച്ചാൽ അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല ഭക്ഷണ കാര്യത്തിൽ. അപ്പം നമ്മൾ ഓർക്കണം, നമുക്കറിയാം ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മളുടെ നോയമ്പിൽ, നമ്മളുടെ നോയമ്പിൽ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ നോയമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊക്കെ വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മത്സ്യമാംസങ്ങളൊക്കെ വർജിക്കുക എന്നതാണ്. എന്തിന് സഭ? കാരണം ഇത് ഒരു ഇത് നമ്മളെ ഈ ദുരാത്മാവിന്ന് കയറുന്നുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെ ദുരാത്മാവ് കുടുംബങ്ങളിൽ കയറുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് തെളിവ്, മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കില്ല, എനിക്ക് അതെല്ലാം ആവശ്യം. രണ്ടാമത്തെ കാരണം ഇതാണ്. രണ്ടാമത്തെ കാരണം, ഈ വ്യക്തി ഭക്ഷണത്തെക്കുറിച്ച് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും, എപ്പോഴും കംപ്ലൈൻറ്റോടുകൂടി ആയിരിക്കും സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഉപ്പ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, മൊത്തം കംപ്ലൈൻറ്റ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരിക്കും മിക്കവാറും ആ വ്യക്തി വഴക്കുണ്ടാക്കുന്നത്. മിക്കവാറും ആ കുടുംബത്തിലൊരു കലഹം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ കലഹം, ഒരു പക്ഷേ അസ്വസ്ഥത വരുന്നു. പിന്നെ നമുക്ക് സംഭവിക്കുന്ന കാര്യം, ചില ഭക്ഷണം മാത്രം. പണ്ട് നമുക്കറിയാം, പണ്ട് ഒരു ഇറച്ചിയൊക്കെ ഒരു വീട്ടിൽ മേടിക്കുന്നത് ഒരു സൺഡേ, ഈ സൺഡേയുടെ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ അറിയുന്നത് ഇറച്ചി മേടിക്കുമ്പോഴാണ്. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഡെയിലി ഇതില്ലെങ്കിൽ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, അപ്പോൾ വീട്ടിൽ അവധിയാണ്, കുട്ടികൾ അവധിക്ക് വന്നിരിക്കുക. അപ്പം ആ വീട്ടിൽ 2 കുട്ടികളെ കൊണ്ട് വീട്ടിൻ്റെ മുറ്റത്തെ പുല്ല് പറിപ്പിക്കുക. ചെറിയ പിള്ളേരാണ്, പുല്ല് പറിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം, ചെറിയ ജോലിയൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ അമ്മ പറയുക, എൻ്റെ അച്ഛാ, ഒരു ഫുൾ KFC ആണ് ആ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫുൾ KFC മേടിച്ച് തരുമെങ്കിൽ പുല്ല് പറിക്കാം എന്ന് വെച്ചാൽ ഇതാണ് ഇവരുടെ തലയിൽ കിടക്കുന്നത്. ഒരു സ്ഥലത്ത് പോയാൽ ഉടനെ KFC, ബർഗർ, ഈ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് ഓവറായിട്ട് കുട്ടികൾക്ക് ഇതാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ രാവിലെ കുട്ടികളോട് പറഞ്ഞു, ഇത് ചെയ്താൽ മമ്മി അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി അമ്മ ഇരുന്നപ്പോൾ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്യാം. നിങ്ങൾ ചെയ്തോ, KFC മേടിച്ചു തരുമോ? KFC മേടിച്ചു തരും. അപ്പോൾ KFC. അപ്പോൾ പേരൻസ് ഒരു കാര്യം ചെയ്യുന്നത്, കുട്ടികൾ എന്ത് ഫുഡ്, അപ്പോൾ ചിലർ വളരെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. പേരൻസ് ചിലർ പറയുന്നത് കേട്ടില്ല, അച്ഛാ ഇറച്ചിയില്ലാതെ ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കില്ല. ചിലർ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. ഇറച്ചിയില്ലാതെ കഴിക്കില്ല, ഇറച്ചി വേണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും എളുപ്പവഴി, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇപ്പം ഇന്നാളൊരു ഇത് പറഞ്ഞത്, നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇന്നാളൊരു കുടുംബത്തിൽ പറഞ്ഞത്, അവിടെ കെട്ടിച്ചു വന്ന പെണ്ണ് എഴുന്നേൽക്കുന്നത്
11 മണിക്കാണ്. കാരണം 11 മണിക്ക് എഴുന്നേക്കാൻ കാരണം ഇത് 5 വർഷം കോളേജിൽ പഠിച്ചപ്പോൾ ഇത് ഉടനെ മൊബൈൽ എടുത്ത് ഓർഡർ ചെയ്യും, അവിടുന്ന് വരും. ഇത് കല്യാണം കഴിച്ച് വന്നു, ഇതിന് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഇത് ഓർഡർ ചെയ്യും. അപ്പോൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഓർഡർ ചെയ്തും ഇത് ഇഷ്ടമുള്ളത് കഴിക്കും. എന്ന് വെച്ചാൽ ഒന്ന് ഇവർ എന്ന് വെച്ചാൽ തോന്നുന്ന സമയത്താണ് ഭക്ഷണം. ഭക്ഷണത്തിനൊരു സമയം, ഭക്ഷണത്തിൻ്റെ ഒരു സമയമില്ല. 2, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം, എനിക്കത് തന്നെ വേണം, അത് തന്നെ വേണം എന്നതാണ് അല്ലേ. ഇപ്പോൾ അതാണ് വാശി പിടിക്കുന്നത്. അത് തന്നെ വേണം, അത് തന്നെ ഉണ്ടാക്കണം, അതുണ്ടാക്കി കൊടുക്കുന്ന പേരൻസ്, അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന കുട്ടികൾ, അതുണ്ടാക്കി നമ്മളും ഇതുപോലെ വാശി പിടിച്ചിട്ടുണ്ട്. പക്ഷേ വേണമെങ്കിൽ തിന്നിട്ട് പോ എന്ന് പറഞ്ഞ് അവർ വച്ചിട്ട് പോയിട്ടുമുണ്ട്. അതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ. വാശി പിടിക്കുന്നു, നമുക്ക് വഴക്കിട്ടു, ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നാൽ. ഇപ്പോൾ എഴുന്നേറ്റ് ചെല്ലുന്നു, ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കുന്നു. അന്ന് നമ്മൾ പോയി കിടന്നാൽ അവിടെ കിടക്കട്ടെ, വേണ്ടപ്പോൾ എഴുന്നേറ്റ് വരും. ഇത് മാറി, ഈ സംഭവത്തെ മാറിയിട്ട് ഇന്ന് ഇവിടെ സംഭവിക്കുന്ന കാര്യമുണ്ട്. ഞാൻ ചോദിക്കുന്നതൊക്കെ എന്നെ തൃപ്തിപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇത് വേണോ വേണ്ടയോ എന്നുള്ളതല്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ, അപ്പോൾ ട്രെയിനിൽ ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അടുത്ത കമ്പാർട്ട്മെൻറ്റിലെ ഒരു അമ്മ, ഒരു കൊച്ച്, അപ്പോൾ ഈ വടയുമായിട്ട് വരുന്നു. അപ്പോൾ കൊച്ച് വട വേണം, ഉടനെ അമ്മ വട മേടിച്ചു കൊടുത്തു. വടക്കാരൻ്റെ പുറകെ ലേസുകാരൻ വരുന്നു, വട ട്രാക്കിലേക്ക് വീണു, ലേസ് വേണം, അമ്മ ലേസ് മേടിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ ഈ കാര്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് കഴിക്കാൻ വേണം, ഇപ്പം അത് കഴിച്ചാൽ മതി എന്നല്ല, അത് മേടിച്ച് 1 മിനിറ്റ് ആകുന്നേ ഉള്ളൂ. 1 മിനിറ്റ് അത് വായിൽ ഒരു കടി വെച്ചിട്ടില്ല, അതിനപ്പുറത്ത് പുറകെ ലേസുകാരൻ വരുന്നു. ഈ വട അമ്മയോടൊന്നും ചോദിക്കുന്നില്ല, അപ്പം തന്നെ ഡ്രൈവർ ട്രാക്കിലേക്ക് ഇട്ടു ലേസ്. അമ്മ ഉടനെ ലേസ് മേടിച്ചു കൊടുത്തു. ഈ കുട്ടിയുടെ ഉള്ളിൽ, ഈ കുട്ടി വളരുന്നത് എന്തിനാണ്? ഈ കുട്ടി വളരുന്നത് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് വേണം. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് നാൾ റീജൻസ് ചെയ്തപ്പോൾ ഒരു സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിൽ ഒരു കുട്ടി, അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ വന്നിരിക്കുക. പെർമിഷൻ ഇതാണ്: ബ്രദറെ, ഒരു കാര്യമുണ്ട്, ഞാനെന്ത് ബ്രദറാണ്, ബ്രദർ ഒരു കാര്യമുണ്ട്, എൻ്റെ കുട്ടിക്ക് ഒരു കാര്യം മാത്രം മതി, അവൻ്റെ പോക്കറ്റിൽ കുറച്ച് സ്നാക്സ് എപ്പോഴും വേണം, അവന് ഓരോ പീരീഡിനും ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കുട്ടി ഒരു പക്ഷേ ഈ കുട്ടി ചെറിയ പ്രായത്തിൽ കളിച്ചപ്പോൾ അല്ലെങ്കിൽ കരഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തു, ഇവൻ അതിൻ്റെ ടേസ്റ്റിലായി. പക്ഷെ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം, അവൻ 2-3 ക്ലാസ്സിലായി. ഈ 3-4 ക്ലാസ്സിലാകുമ്പോഴും ഈ അമ്മ എന്താ ചെയ്യുന്നത്? ആ സ്കൂളിൽ ടിഫിന് അല്ലെങ്കിൽ ആ സ്കൂളിന് ലഞ്ചിന്, ആ ടീ ബ്രേക്കിനൊക്കെ ആ സ്കൂളിൽ വളരെ കൃത്യമായ സമയവും നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരുമുണ്ട്. ആ സ്കൂളിൽ വളരെ കൃത്യമായ രീതിയിൽ ടിഫിന് ലഞ്ചിന് സമയമുണ്ട്. പക്ഷേ ഈ അമ്മ സ്പെഷ്യൽ പെർമിഷൻ എടുക്കാൻ വന്നിരിക്കുക, എൻ്റെ കൊച്ചിന് എപ്പോഴും പോക്കറ്റിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം. അപ്പോൾ ഇതാണ്, ചിലരങ്ങനെയല്ലേ, ചിലർക്ക് അങ്ങനെ കഴിക്കാൻ സമയമൊന്നുമില്ല, എന്തെങ്കിലും എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു തിന്മയുടെ ഒരു ലക്ഷണമാണ്. നമ്മൾ ചിന്തിക്കുന്നത് നിസ്സാരമാണെന്ന്. നിസ്സാരമായൊരു കാര്യമല്ല അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഫുഡിൻ്റെ അടുത്തത് നമുക്കറിയാം, ചിലർ ഭയങ്കര എക്സ്പെൻസീവ് ഫുഡ് മാത്രം, എക്സ്പെൻസീവായ ഹോട്ടൽ, എക്സ്പെൻസീവായ ഫുഡ്, അവരുടെ ചെലവ് നോക്കാതെയാണ് ഭക്ഷണക്രമം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഏറ്റവും എക്സ്പെൻസീവായ ഫിഷ്, ഏറ്റവും എക്സ്പെൻസീവായ മീറ്റ്, ഏറ്റവും വിലയുള്ള മീറ്റ്, അത് മാത്രമേ കഴിക്കുകയുള്ളൂ. ഇപ്പോൾ ആരോണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്യാൻസറിന് ചാളയും മത്തിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് അത് വാങ്ങി കഴിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കരിമീൻ, നെയ്മീൻ, ഇത് മാത്രമേ ഉള്ളൂ ലിസ്റ്റിൽ. എന്നുവെച്ചാൽ കിട്ടുന്നതിൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഭക്ഷണത്തിന് വേണ്ടി. നമ്മുടെ കുടുംബത്തിലെ പല ക്രമങ്ങളും തെറ്റാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. പല ഇത് കഴിക്കരുതെന്ന്, അല്ലെങ്കിൽ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് ഇഷ്ടപ്പെട്ടത് കഴിക്കരുതെന്നല്ല, അതിനു വേണ്ടി മാത്രം ഡിമാൻഡ് ചെയ്യുന്നു.
അതിനു വേണ്ടി മാത്രം ഡിമാൻഡ് വരുന്നു. ഓക്കെ, അത് വേണം. അതുകൊണ്ടാണ് നമ്മൾക്ക് എത്ര കൃത്യമായൊരു ഓർഡറായിരുന്നു, നമുക്ക് എത്ര കൃത്യമായൊരു ഓർഡറായിരുന്നു, എത്ര കൃത്യമായ ഓർഡറിലാണ് വെള്ളിയാഴ്ച ഒരു പക്ഷേ നമുക്ക് മാംസവർജനം, അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു ദിവസമാണ്, ഞായറാഴ്ച ഒരൊറ്റ ദിവസമാണ് പണ്ട് മാംസം വീട്ടിൽ മേടിച്ചിരുന്നത്. ഇപ്പോൾ അത് മാറി. ഡെയിലി ഏത് കുടുംബത്തിലാണ് നമ്മൾ ഇത് കേൾക്കുന്നത്? ഇപ്പം 50 നോയമ്പായതുകൊണ്ട് എങ്കിലും വി വിൽ അതിൽ നിന്ന് കുട്ടികൾക്ക് ഒഴിവ് കൊടുക്കും. 50 നോയമ്പല്ലെങ്കിൽ നമ്മുടെ ഏത് സാധാരണ വീട്ടിൽ ഫ്രിഡ്ജിൽ മീറ്റും മീനും ഇല്ലാത്ത ഏത് വീടാണ് ഉള്ളത്? അത് നമ്മൾ ഓർക്കണം. ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് മാത്രമാണ് എക്സ്പെൻസീവ് ഫുഡിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ മിക്കവാറും ഹോട്ടലുകളിൽ ഭക്ഷണമാക്കുന്നു, ഓർഡർ ചെയ്യുന്നു. ഇതിലുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്ന രണ്ട് കാര്യം, ഇന്ന് 365 ദിവസവും വേണമെങ്കിൽ ചിക്കൻ്റെ വെറൈറ്റി സാധനങ്ങളാണ്. കാരണം 365 ടൈപ്പിനേക്കാൾ കൂടുതലുണ്ട് ചിക്കൻ്റെ വെറൈറ്റി. അപ്പം അതനുസരിച്ച് ഇന്ന് ഒരുപാട് പേരുടെ ജീവിതശൈലി രോഗങ്ങൾ, ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ ഹോർമോൺ വേരിയേഷൻ, പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. ജീവിതശൈലി രോഗങ്ങൾ കോമൺ ആയിട്ട് മാറുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ശരീരം നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയാണ് ഭക്ഷണം, അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടിയല്ല ജീവിതം എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ടാണ് വചനം വളരെ കൃത്യമായിട്ട് വചനം നമ്മൾ ഒന്നുകൂടി വായിക്കണം. 29 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വചനം വായിക്കുന്നത്: ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശം അരുത്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട കംഫർട്ട്, നല്ല ഫുഡ് ഇത് വേണം. ആഡംബരത്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശം അരുത് എന്ന് അടുത്ത വചനം പറയുന്നത് കേൾക്കുക: ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് വചനം പറയുന്നതാണ്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയം ഉണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അടുത്ത വചനം: അത് ദീർഘായുസ് ഇല്ലാതാക്കും. ഇത് ദൈവം പറയുന്ന വചനമാണ്. അത് രോഗത്തിന് കാരണമാകുമെന്ന്, അത് മരണത്തിന് കാരണമാകുമെന്ന്, അത് ദീർഘായുസ് നഷ്ടപ്പെടുത്തുമെന്ന് പ്രിയപ്പെട്ടവരെ വചനം പറയുന്നു. അപ്പോൾ വചനം എന്തുകൊണ്ട് ഇത് പറയുന്നു? വചനം ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതിൻ്റെ ആത്മാവ്, ഈ കൊതിയുടെ ആത്മാവ് എൻ്റെ നാവിന്, എൻ്റെ ശരീരത്തിന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ, അതാണ് കണ്ണിൻ്റെ ദുരാശ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഭക്ഷണം വേണം. അത് ഏറ്റവും കളർഫുള്ളായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ പ്രിയപ്പെട്ടവരെ പാക്ക് ചെയ്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ട്, നമ്മുടെ നാവിന് ടേസ്റ്റി ആയിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട് കമ്പനികൾ. പക്ഷെ നമ്മളുടെ കണ്ണ് അതിനോട് ആശപ്പെടുന്നു. നമ്മളുടെ ശരീരത്തിൽ ഈ ദുരാത്മാവ്, ഈ കൊതിയുടെ ദുരാത്മാവ് വരുന്നുണ്ട്. അത് അനേകം ശരീരങ്ങളെ രോഗത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, ഈ രോഗമുണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശരീരത്തിൽ ഈ രോഗം വന്നിരിക്കുന്നത് ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കാതിരുന്നത് കൊണ്ടാണോ? ചിന്തിക്കണം. എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴത്തെ ഈ രോഗം, എൻ്റെ കുടുംബത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം എൻ്റെ കുടുംബം ഈ ദൈവസ്വരത്തിനെ ഗവനിക്കാതിരുന്നത് കൊണ്ടാണോ എൻ്റെ കുടുംബത്തിൽ ഈ രോഗങ്ങൾ? അപ്പം ഞാൻ മൂലപാപങ്ങളെ എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ഇനി നമുക്കറിയാം, ധനവാനെ കുറിച്ച് പറയുന്നതാണ്. നല്ല ആഡംബര വസ്ത്രം, സുഭിക്ഷമായ വസ്ത്രം. ലാസർ എന്ത് ചെയ്യുന്നു? ലാസർ അവൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ ഗ്ലട്ടണി അഥവാ കൊതി ഒരാളുടെ ജീവിതത്തിൽ വന്ന, കൊതിയുടെ ആത്മാവ് ഒരാളിൽ വന്നാൽ അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അയാൾ ഷെയറിങ് ഇല്ലാത്ത വ്യക്തിയായിരിക്കും. ഭക്ഷണം ഷെയർ ചെയ്യില്ല, ഭക്ഷണം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി അയാൾക്കുണ്ടാകില്ല. അതാണ് ഗ്ലട്ടണി. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് റിച്ച്നെസ്, സമ്പത്ത് തെറ്റാണോ? അല്ല. സമ്പത്തിനെ കുറിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ട്. ദുഷ്കരമാണെന്നാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക കഠിനമാണെന്നാണ്. കാരണം ഇത് വരുമ്പോൾ ഈ കൊതിയുടെ ആത്മാവ് വരും, എനിക്കിഷ്ടമുള്ളത്. അവിടെ രണ്ടാമത്തെ ആത്മാവ് വരും, ഷെയറിങ് ഇല്ലാതാകും. അവിടെ എല്ലാം എനിക്ക് വേണം, എല്ലാം എൻ്റേത്. അപ്പോൾ ഈ ധനവാന്റെ പാപം എന്ന് പറയുന്നത് അവൻ നല്ല വസ്ത്രം ധരിച്ചതോ നല്ല ഭക്ഷണം ധരിച്ചതോ മാത്രമല്ല, അവൻ്റെ പാപം എന്ന് പറയുന്നത് അവൻ ഷെയർ ചെയ്തില്ല.
അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ അതാണ് അല്ലേ, യേശു ദൈവരാജ്യത്തെ വിരുന്നിനോട് ഉപമിക്കുന്നുണ്ട്. വിരുന്ന് ഷെയറിങ്ങിൻ്റെ ഇടവാണ് അല്ലേ, ഷെയറിങ്ങിൻ്റെ ഇടവാണ്. നമുക്കുള്ളത് കൊണ്ട് ഷെയർ ചെയ്ത് പങ്കിട്ട് ഭക്ഷണം കഴിക്കുക. ഒരു ഭക്ഷണ സാധനമേ ഉള്ളുവെങ്കിൽ അതെല്ലാവരുമായിട്ട് പങ്കിടുക, ഷെയറിങ്ങിൻ്റെ തലം. അപ്പം ഇതിനെ നമ്മൾ ഗൗരവമായിട്ട് കാണണം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോയമ്പൊക്കെ എന്ന് പറയുന്നത്, നമ്മുടെ നോയമ്പ് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ്. കുറച്ചുകൂടി നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ക്രമിക്കും. കാരണം നമ്മൾ ഇന്ന് അതിനെ വല്ലാതെ ചില സ്ഥലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം ഗീവർഗീസിൻ്റെ തിരുനാൾ മാറിയിട്ട് ചില ഇടങ്ങളിൽ അത് കോഴിപ്പെരുന്നാളായിട്ട് മാറിയിട്ടുണ്ട്. ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ മാറിയിട്ട് ഊട്ടുനേർച്ചയായി. ഇപ്പം മരണത്തിരുന്നാൾ കഴിഞ്ഞു, മിക്ക ഫ്ലെക്സും ഇതാണ്, ഊട്ടുനേർച്ച 2000 പേർക്ക്. ഇതാണ് ഫ്ലെക്സിൽ കാണുന്നത്. ഇന്നാൾ മാതാവിൻ്റെ 8 നോയമ്പിൽ ഒരു പരസ്യം, സ്ഥലം പറയുന്നില്ല, 8 നോയമ്പിൻ്റെ നോട്ടീസിലെ ഹെഡിങ് ഇതാണ്: 1000 കിലോയുടെ 2 പോത്തിനെ വെട്ടി സദ്യ. ഇതാണ് 8 നോയമ്പിൻ്റെ ഹെഡിങ്. ഇത് 8 നോയമ്പോട്ട് വല്ല ബന്ധമുണ്ടോ? 1000 കിലോയുടെ 2 പോത്തിനെ വെട്ടി സദ്യ. ഇന്ന് എന്നിട്ട് പരസ്യം കൊടുക്കുക, 10,000 പേർക്ക് സദ്യ, 20,000 പേർക്ക് സദ്യ. എന്ന് വെച്ചാൽ അവിടെ വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങളല്ല ഫോക്കസ്, സദ്യ ഫോക്കസ് ആകുന്നു. സദ്യ കാട്ടി ആൾക്കാരെ പള്ളിയിൽ കൂട്ടാനുള്ളത്, അത് കൊതിയുടെ ആത്മാവ് കയറിയതിൻ്റെ ലക്ഷണമാണ്. ഞാൻ ഊട്ടുനേർച്ചയ്ക്കോ എതിരല്ല, പക്ഷേ ഇത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നു. അമ്പെടുത്ത് അനുഗ്രഹം പ്രാപിക്കാം എന്നതിന് പകരം ഊട്ടുനേർച്ചയിൽ ഭക്ഷണം കഴിച്ച് അനുഗ്രഹം പ്രാപിക്കാം എന്ന ഒരു മാറ്റത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൊതിയുടെ ആത്മാവ് കയറിയതിൻ്റെ അടയാളമാണ്. വിശുദ്ധ ഗീവർഗീസിൻ്റെ അടുത്ത് പോയി അനുഗ്രഹം മേടിക്കാം എന്നതിന് പകരം കോഴിസദ്യ കഴിച്ച് അനുഗ്രഹം പ്രാപിക്കാം എന്നുള്ള തിരുത്തൽ വരുന്നുണ്ടെങ്കിൽ അത് കൊതിയുടെ ആത്മാവ് കയറിയതിൻ്റെ ഫലമാണ്. ഏത് രീതിയിലും എങ്ങനെയായാലും കുഴപ്പമില്ല, ആളെ കൂട്ടിയാൽ മതി എന്നത് ക്രിസ്തീയ ആത്മീയതയല്ല. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ചിലയിടങ്ങളിലൊക്കെ അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഒരു ഇടവകയുടെ കൂട്ടായ്മയിൽ ആ ഇടവകയിൽ എല്ലാവരും കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന കൂട്ടായ്മ വർദ്ധിപ്പിക്കും. പക്ഷേ ഈ നാഷണൽ ഹൈവേയിൽ മുഴുവനും അതിൻ്റെ ഫ്ലെക്സ് വയ്ക്കുന്നത്, അതിന് പറഞ്ഞ് ആളെ കൂട്ടുന്നത്, അതൊരിക്കലും ദൈവികമല്ല. അത് തീർച്ചയായിട്ടും അത് കൊതിയുടെ ആത്മാവ് കയറിയതിൻ്റെ, അത് മനുഷ്യൻ്റെ ഈ കൊതിയുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ ചില തൽപര കക്ഷികൾ കാണിക്കുന്ന ചില പ്രകടനങ്ങൾ മാത്രമാണ്. അത് ആത്മീയതയുമായിട്ട്, സുവിശേഷവുമായിട്ട് ബന്ധം ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതിനാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: ഈ ആത്മാവ് നമ്മുടെ കുടുംബത്തിൽ. അതുകൊണ്ടാണ് എന്ത് കഴിച്ചാലും ദൈവമഹത്വനായിട്ട്, അതാണ് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും അതാണ്: അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേ. ആഹാരത്തിൻ്റെ മുമ്പിൽ ആഹാരം ദൈവം തരുന്നതാണ് എന്ന മനസ്സോടെ ഇരിക്കണം എന്ന് പഠിപ്പിച്ചൊരു യേശു. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശപ്പ് കണ്ടപ്പോൾ അനുകമ്പ തോന്നിയൊരു യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പോലും അത് വിരുന്ന് മേശയുമായി ബന്ധപ്പെട്ട് ദൈവരാജ്യത്തെ പഠിപ്പിച്ചൊരു യേശു. അപ്പോൾ യേശുവിനറിയാം, യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന്. അപ്പോൾ നമ്മളും തീർച്ചയായിട്ടും ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ഭക്ഷണത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും, പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുവാനും, പ്രിയപ്പെട്ടവരെ ഉള്ളത് ഷെയർ ചെയ്യുവാനും, നമ്മുടെ ഭക്ഷണം അത് നമുക്കൊരു സന്തോഷത്തിനും ദൈവാനുഗ്രഹത്തിൻ്റെയും ഓർമ്മയിൽ ആയിരിക്കുവാനും, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തെ ക്രമീകരിക്കുന്നത് വഴി പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന്, ഈ കാലഘട്ടത്തിൽ നമ്മളെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരു മാറ്റം കൂടി ദൈവകൃപയാൽ സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മളുടെ ഈ ശരീരം ദൈവം തന്നതാണെന്ന ബോധ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ കാരണമാകുന്നത്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വചനവിധാണ് സങ്കീർത്തനം 34:10. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വചനം. കാരണം ദൈവം ആണ് ഭക്ഷണം തരുന്നത്, ദൈവമാണ് നമുക്ക് ഓരോ ദിവസവും വേണ്ടതെല്ലാം തരുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:10 നമുക്ക് ഏറ്റവും പരിചിതമായ വചനമാണ്. നമുക്ക് ആ വചനം വായിച്ച് പ്രാർത്ഥിക്കാം. വചനം ഇതാണ്: സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം,
കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനം നമ്മുടെ കുടുംബത്തിലെ എല്ലാ മേഖലകളിലും അഭിഷേകമായിട്ട് മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം പ്രസാദിക്കുവാൻ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂസിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ, ഒന്നു മാത്രം ചോദിച്ചിടുന്നേ, അതു തന്നെ ആഗ്രഹിക്കുന്നേ, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, എൻ 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 ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൽ നമ്മെ പൂർണ്ണമായും സമർപ്പിക്കാം. സങ്കീർത്തനം 34:10. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലയാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ആർക്കാണ് ഒന്നിനും കുറവുണ്ടാകാത്തത്? അന്വേഷണം കർത്താവിനെയാണ്. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ധ്യാനിച്ച് കടന്നുപോയത് മൂലപാപങ്ങളെക്കുറിച്ചാണ്. മൂലപാപങ്ങളിൽ ഏറ്റവും അവസാനത്തേത് കൊതി. നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് വചനം ഇതിനെക്കുറിച്ച് പറയുന്നത്? വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 10:31. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. അതേ അധ്യായം 7-ാമത്തെ വചനം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്. 1 കൊറിന്തോസ് 10:7. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. തിന്നാനും കുടിക്കുവാനുമായി ജനമിരിക്കുകയും നൃത്തം ചെയ്യുവാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. ആ വചനം ഒന്ന് ശ്രദ്ധിക്കുക. അവരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. അവരിൽ ചിലർ എഴുന്നേറ്റത് തിന്നാനും കുടിക്കാനും നൃത്തം ചെയ്യുവാനുമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്. നമ്മൾ വീണ്ടും പൗലോസ്ലീഹ വചനത്തിൽ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ. എന്തുകൊണ്ടിത് പൗലോസ്ലീഹ ഇവിടെ പറഞ്ഞുവെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 3-ാം അധ്യായം 18-ാമത്തെ വചനം. 18-ാമത്തെ വചനം ഇങ്ങനെയാണ്. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. അടുത്ത വചനം. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. അപ്പോൾ 7-ാമത്തെ വചനം പറഞ്ഞു അവർ എഴുന്നേൽക്കുന്നത് തിന്നാനും കുടിക്കാനും. അതിനാൽ അവരിൽ ചെയ്തതുപോലെയുള്ള വിഗ്രഹാരാധനയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. പ്രിയപ്പെട്ടവരെ, കൊതി എന്ന ദുരാത്മാവ് ജീവിതത്തിൽ വരുമ്പോൾ നമുക്കറിയാം, പ്രാർത്ഥന പോലും, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും അന്നു വേണ്ട ആഹാരം തരണേ. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചതുപോലും വിരുന്നുമായി ബന്ധപ്പെട്ടാണ്. മരുഭൂമിയിൽ ദൈവത്തെ നമ്മൾ കണ്ടുപിടുന്നത് മന്ന കൊടുക്കുന്ന ദൈവത്തെയാണ്. വിശന്നപ്പോൾ മന്ന കൊടുക്കുന്നു. അവന് അവരോട് അനുകമ്പ തോന്നി. ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ വെളിപ്പെട്ടത് വിശക്കുന്ന മനുഷ്യൻ്റെ മുമ്പിലാണ്. ആ വിശക്കുന്ന മനുഷ്യന് അപ്പം കൊടുത്തിട്ടാണ് അവൻ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പോലും പറഞ്ഞത്. അവൻ ഈ ഭൂമിയിൽ എന്നുമായിരിക്കുവാൻ എടുത്ത രൂപം പോലും ഒരപ്പത്തിലേക്കാണ്. എന്നാൽ വചനം പഠിപ്പിക്കുകയാണ്, എന്നാൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ കൊതി നമ്മൾ അത് ധ്യാന വിഷയമാക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അവിടെ എന്താണ് അതിനത്രയും പ്രാധാന്യം ഭക്ഷണത്തിന്. അതിൻ്റെ മേൽ ഡിമാൻഡ്. എനിക്ക് ഇന്ന ഭക്ഷണം തന്നെ വേണം. ഭക്ഷണത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഭക്ഷണകാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ കുറവുണ്ടായാൽ പോലും അവിടെ വഴക്കുകൾ, ഭിന്നത. ഇതെല്ലാം ഈ കൊതിയുടെ ആത്മാവാണ്. എന്ത് വലിയ കാര്യം നടന്നാലും പ്രശ്നമില്ല, എനിക്ക് സമയത്തിന് ഭക്ഷണം വേണം. ഇങ്ങനെ ചില കാർക്കശ്യങ്ങൾ ഭക്ഷണകാര്യത്തിൽ മാത്രമേ
ആ കാർക്കശ്യമുള്ളൂ. ജോലിയുടെ കാര്യത്തിലോ മറ്റു കാര്യത്തിലോ ഒരു കാർക്കശ്യവും ഇല്ല. അപ്പോൾ ഈ കാർക്കശ്യം ചിലപ്പോൾ ചില രോഗങ്ങൾ കൊണ്ട് അങ്ങനെ ചില നിർബന്ധമായ കാര്യങ്ങളുണ്ടാകാം. എന്നാൽ നമ്മൾ ഓർക്കുക, ഈ ദുരാത്മാവ് നമ്മളിലുണ്ടോ? ഈ ദുരാത്മാവ് നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ ധ്യാനിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 37 അധ്യായം 29 അവസാനത്തെ വചനങ്ങൾ, 37 അവസാനത്തെ വചനങ്ങൾ ഒരിക്കൽ കൂടി ധ്യാനിക്കുക. ആഡംബരത്തിൽ അതിര് കവിഞ്ഞ് അഭിനിവേശമരുത്. അടുത്ത വചനം, ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ് ലഭിക്കും. എന്ന് വച്ചാൽ മരണത്തിന് കാരണമാക്കിയിട്ടുണ്ട്, അത് രോഗി ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദീർഘായുസ് അവന് കുറയും. പ്രിയപ്പെട്ടവരെ, അത്ര ഗൗരവമായിട്ടാണ് വചനം അതിനെക്കുറിച്ച്. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധയാണ് ദൈവം കാണിക്കുന്നത്. ദൈവം പറയുകയാണ്, അമിത ഭോജനം, ആർത്തി, കൊതിയോടുള്ള ഭോജനം അരുത്. അത് രോഗത്തിന് കാരണമാകും, അത് മരണത്തിന് കാരണമാകും, അത് ആയുസ് കുറയ്ക്കും. ഇത് വചനം പറയുന്നതാണ്. ഇത് ഡോക്ടർ പറയുന്നതല്ല, ഇത് ബൈബിൾ വചനം പറയുന്നതാ, ദൈവം പറയുന്നതാ. എന്ന് വെച്ചാൽ ഇത് നമ്മളിൽ കയറുന്നു, ഈ ദുരാത്മാവ് നമ്മളിൽ കയറുന്നു, ഈ ദുരാത്മാവ് നമ്മളെ തകർക്കുന്നു. അതിനാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈ ദുരാത്മാവ് മാറുവാൻ. മറിച്ച് ഭക്ഷണം, പ്രാർത്ഥനയോടെ ഭക്ഷണം സ്വീകരിക്കുവാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സംയമനം, ഒരു മിതത്വം, അവിടെ ഒരു ത്യാഗം. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നോയമ്പെടുക്കുന്നുണ്ട് ഒരുപാട് പേര്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതലും ശ്രദ്ധ ഭക്ഷണകാര്യങ്ങൾ, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണകാര്യങ്ങൾ നമ്മൾ പരിത്യജിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു തിന്മ, എൻ്റെ ഭയങ്കര ആർഭാടമാണ് എല്ലാ ദിവസത്തെയും ഭക്ഷണം, ഭയങ്കര എക്സ്പെൻസീവ് ഫുഡേ ഞാൻ കഴിക്കൂ, ഭയങ്കര ശ്രദ്ധയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അത് എനിക്ക് ആവശ്യമല്ല. എനിക്ക് തോന്നുന്നതെല്ലാം ടേബിളിൽ വേണം, എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ഓർഡർ ചെയ്യും. അത് ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് എനിക്ക് തോന്നുന്നതെല്ലാം അതിലൊരു തിന്മയുണ്ട്. നമുക്ക് ഈ തിന്മയുടെ ദുരാത്മാവ് വിട്ടുപോകുവാൻ ഒരു ആത്മസംയമനം, ഒരു സംയമനം, ഒരു മിതത്വം നമുക്കവിടെ ലഭിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മേഖലയിൽ വിടുതൽ കിട്ടുവാൻ വേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീയിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, ദാസരിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, ദാസരിൽ നിറഞ്ഞിടുക. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടും. ഈ പാപം വഴി നമ്മിലേക്ക് കടന്നു വരുന്ന തിന്മയുടെ അരൂപി, അശുദ്ധാരൂപി, അതിൽ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിനങ്ങൾ മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. എന്നിൽ ഏത് മൂലപാപമാണ് ശക്തിപ്പെട്ടു നിൽക്കുന്നത്? അസൂയ, കോപം, മോഹം, ജഡികാസക്തി, ആർത്തി അഥവാ ദ്രവ്യാസക്തി,
കൊതി, അതല്ലെങ്കിൽ അലസത, ഇതിലേതാണ് എന്നിൽ മുമ്പിൽ നിൽക്കുന്നത്? ഇത് വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മൂലപാപങ്ങൾ നമ്മളിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മളിൽ തെറ്റും. അതിനാൽ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനെതിരായ പുണ്യങ്ങൾ നമ്മൾ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിനെതിരായ പുണ്യങ്ങളാൽ നമ്മൾ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനാൽ ഈ മേഖലയിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അനന്തയോഗ്യതയാൽ നമ്മൾ കഴുകപ്പെടട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ മൂലപാപങ്ങളിൽ നിന്ന് യേശു വിടുതൽ നൽകണമേ. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവിക പുണ്യങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ആരാധന 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 ആരാധന. ഓ ജീസസ്, താങ്ക് യു ജീസസ്, പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുരക്തത്താല് കഴുകിയിടേണമേ തിരുനാഥായെന്നെ പൂർണ്ണമാ. തിരുരക്തത്താല് കഴുകിയിടേണമേ തിരുനാഥായെന്നെ പൂർണ്ണമാ. തിരുരക്തത്താല് കഴുകിയിടേണമേ തിരുനാഥായെന്നെ പൂർണ്ണമാ. തിരുരക്തത്താല് കഴുകിയിടേണമേ തിരുനാഥായെന്നെ പൂർണ്ണമാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് രോഗികൾക്ക് വേണ്ടി. ഇതാ, ഈ ഒരു പാപത്തെക്കുറിച്ച് വചനം പറഞ്ഞപ്പോൾ വചനം ശ്രദ്ധിച്ച, വചനം ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യമുണ്ട്. അത് രോഗത്തിന് കാരണമാകുമെന്ന്, അത് മരണത്തിന് കാരണമാകുമെന്ന് വചനം മുന്നറിയിപ്പ് നൽകി. കൊതിയുടെ ആത്മാവ് ഒരു വ്യക്തിയിൽ കയറിയാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ലീഡ് ടു ഡിസീസ്, അത് രോഗത്തിലേക്ക് നയിക്കുമെന്ന് വചനം മുന്നറിയിപ്പ് നൽകി. അതാണ് ഇന്ന് ജീവിത ശൈലി രോഗങ്ങൾ. ഇന്നൊരുപാട് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചു. അതിനാൽ ഈ പുണ്യം അഭ്യസിക്കേണ്ടത് ഒരു നിർബന്ധമുള്ള കാര്യമായിട്ടെടുക്കുക, ഒരു നിർബന്ധമുള്ള കാര്യമായിട്ടെടുക്കുക. എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം ഭക്ഷിക്കുക എന്നത് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ കാണിക്കേണ്ട ഒരു നിയമമായിട്ടെടുക്കുക. കാരണം ഇന്ന് അനേകം പേരുടെ ജീവിതത്തിൽ വരുന്ന വലിയ ഒരു അപകടത്തെ വചനം ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഗൗരവമായിട്ട് നമ്മൾ എടുക്കുക. നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, പലരും രോഗത്തിലേക്ക് പോകുന്നു, ദീർഘായുസ് നഷ്ടപ്പെടുന്നു, മരണത്തിലേക്ക് നയിക്കുന്നു. അമിത ഭോജനം. നമുക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ മൂലം വിഷമിക്കുന്നവരെ പ്രത്യേകം വിശുദ്ധ കുർബാനയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതശൈലി രോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ അത് ഇന്ന് ഡെയിലി മെഡിസിൻ എടുക്കേണ്ട ചില രോഗങ്ങളിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട്. എല്ലാ രോഗങ്ങളും ജീവിതശൈലിയല്ല. ചിലത് ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് വരുന്നതുണ്ട്. ചിലർ മെഡിസിൻ്റെ റിസൾട്ടിൻ്റെ ഫലമായിട്ട് വരുന്നതുണ്ട്.
എന്നാൽ ഭക്ഷണത്തിൻ്റെ ശ്രദ്ധയില്ലായ്മ മൂലം വരുന്ന ജീവിതശൈലി രോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മേഖലയിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിലെ എല്ലാ രോഗികളെയും ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ ഇപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സൗഖ്യം നിറയട്ടെ. കിടപ്പ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന രോഗികളെ ഈശോയെ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗികളെ സമർപ്പിക്കുന്നു. ലിവർ സംബന്ധമായ രോഗത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കിഡ്നി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാ രോഗികളെയും വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം രോഗികളുടെ മേൽ സൗഖ്യം ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. വീണ്ടും സൗഖ്യം നൽകുക, വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ ദാസരിൽ നിറഞ്ഞിടുക. വീണ്ടും സൗഖ്യം നൽകുക, വീണ്ടും ശക്തി നൽകുക, പാവനാത്മാവേ ദാസരിൽ നിറഞ്ഞിടുക. ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഭക്ഷണം, അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേ. ഭക്ഷണത്തിന് ഒരു മുട്ടുമുണ്ടാകല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 34:10 അഭിഷേകം ഈശോ നൽകട്ടെ. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം സങ്കീർത്തനങ്ങൾ 34:10. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല.